ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ 10 ആണ് കേട്ടോ. വോൾഗ ബോട്ട് സോങ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, പക്ഷേ നമുക്ക് തുടക്കക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട് പഠിപ്പിക്കുമ്പോഴേക്കും, പക്ഷേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പോൾ ആദ്യം വരുന്ന നോട്ടുകൾ ഇതും 4/4 തന്നെയാണ് കേട്ടോ, താളം 4/4 തന്നെയാണ്. അപ്പോൾ ആദ്യം വരുന്ന നോട്ട് ലെഫ്റ്റ് ഹാൻഡ് CA എന്നുള്ളതാണ് കേട്ടോ. CAD ഫസ്റ്റ് ബാർ. ഇതെങ്ങനെ കൗണ്ട് ചെയ്യാം? 1 2 3 4. ഈ സ്പീഡ് മതി കേട്ടോ. ഞാൻ നേരത്തെ വായിച്ച് ഇത്തിരി സ്പീഡ് കൂടുതലുണ്ട് തോന്നുന്നു. തുടക്കത്തിൽ നമ്മൾ സ്പീഡ് കുറച്ച് വായിച്ചിട്ട് സ്പീഡ് കൂട്ടി വായിച്ച് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 1 2 3 4. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ CAD D റൈറ്റ് ഹാൻഡ് 1 2 3 4. ഇനി സെക്കൻഡ് ബാറിൽ വരുമ്പോൾ A എന്നുള്ള നോട്ട് 4 ബീറ്റ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. 1 2 3 4. വീണ്ടും ഇപ്പോൾ 2 ബാർ വായിച്ച പോലെ തന്നെ വായിച്ച ആ 2 ബാർ, അതായത് തേർഡ് ബാറും ഫോർത്ത് ബാറും ഇത് തന്നെ സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ ചേർത്തി വായിക്കാം. 1 2 3 4 1 2 3 4. അപ്പോൾ ആ ലൈൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ ലൈനൊന്നും നിർത്താതെ ഞാനൊന്ന് വായിക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. സിമ്പിൾ അല്ലേ അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ലെസനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു ക്ലാപ്പ് ചെയ്തൊക്കെ നോക്കുക, നിങ്ങൾ വായിച്ച് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയ ലിറിക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ലിറിക്സൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ പാടിയിട്ട് വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി സെക്കൻഡ് ലൈൻ നോക്കാം. സെക്കൻഡ് ലൈനിൽ ഫസ്റ്റ് C എന്നുള്ള ലെഫ്റ്റ് ഹാൻഡും പിന്നെ F എന്നുള്ളത് ഇവിടെ ഫോർത്ത് ഫിംഗർ. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് വീഡിയോയിലായാലും നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സിയിൽ തമ്പ്, ഡിയിൽ സെക്കൻഡ് ഫിംഗർ, ഇയിൽ തേർഡ് ഫിംഗർ, എഫിൽ ഫോർത്ത് ഫിംഗർ. ഇപ്പോൾ നമ്മൾ ഫോർത്ത് ഫിംഗർ വരയ്ക്കുള്ള നോട്ടുകളാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർത്ത് ഫിംഗർ വരെ വരയ്ക്കുന്ന നോക്കുക. അപ്പോൾ എഫിൽ വരുമ്പോൾ ഫോർത്ത് ഫിംഗർ തന്നെ വെച്ച് പഠിക്കുക. അത് ലെഫ്റ്റ് ഹാൻഡ് വയ്ക്കുമ്പോൾ സിയിൽ തമ്പ്, ബിയിൽ സെക്കൻഡ് ഫിംഗർ, എയിൽ തേർഡ് ഫിംഗർ, ജിയിൽ ഫോർത്ത് ഫിംഗർ. ഫിംഗർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ തന്നെ അതാത് നോട്ടിൽ വരുന്നത് അതായത് ഫിംഗർ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ലൈൻ പ്ലേ ചെയ്യാം. സെക്കൻഡ് ലൈനിൽ ഫസ്റ്റ് C എന്നുള്ളത് 2 ബീറ്റ്, പിന്നെ F എന്നുള്ളത് 2 ബീറ്റ്. 1 2 3 4. ഇനി അടുത്ത ബാർ E എന്നുള്ളത് 2 ബീറ്റ്, D എന്നുള്ളതും 2 ബീറ്റ്. 1 2 3 4. ഇനി നമ്മൾ ഫസ്റ്റ് ലൈനിൽ സ്റ്റാർട്ടിങ്ങിൽ വായിച്ച പോലെ തന്നെ CAD A 1 2 3 4 1 2 3 4. വളരെ ഈസി ആയിട്ടുള്ളൊരു ലെസൺ തന്നെയാണ് കേട്ടോ. തുടക്കത്തിൽ ആ ഫിംഗർ ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഫുള്ളായിട്ട് ഈ സ്പീഡിലൊന്ന് നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ചുകൂടി സ്പീഡ് കൂട്ടാം. അതായത് ഇങ്ങനെ ഈ സ്പീഡിൽ നോക്കാം. 1 2 3 4 1 2 3 4. അപ്പോൾ ആദ്യം ഞാൻ ഈ സ്പീഡ് കൂട്ടിയിട്ട് 1 2 3 എന്ന് കൗണ്ട് ചെയ്യാതെ പ്ലേ ചെയ്ത് കാണിക്കാം. എന്നിട്ട് 1 2 3 എന്ന് കൗണ്ട് ചെയ്യാനും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. വളരെ ഈസി ആയിട്ടുള്ള സോങ്ങാണ്. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫോർത്ത് ഫിംഗർ വരയ്ക്കുള്ള നോട്ടുകൾ മനപ്പാടമാക്കി വെക്കണം. ഞാനെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോട്ടുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും അതുമാത്രം നോക്കരുത്, നിങ്ങളും കൂടെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.